ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച എൻ്റെ മാമൻ്റെ അടിയന്തരമായിരുന്നു. മാമൻ കുറച്ച് വയ്യാതിരിക്കുക തന്നെയായിരുന്നു. പിന്നെ 10 ദിവസം മാത്രമേ കിടപ്പിലായിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രായമായിട്ട് തന്നെയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിയന്തരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി തറവാട്ട് വീട്ടിൽ കൂടി ഒരു വീതുവെപ്പ് കർമ്മം ഉണ്ടല്ലോ രാത്രിക്ക്. അതിനുവേണ്ടി എല്ലാവരും ഒത്തുകൂടിയതാണ്. എല്ലാവരും ഒന്നും ഇല്ലാട്ടോ, കുറേ പേരൊക്കെ പോയി. കുറച്ച് പേര് മാത്രം, അത്യാവശ്യമുള്ളവർ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. വെള്ളിയാഴ്ച തുടങ്ങിയ മഴയാണ് കേട്ടോ. ശനിയാഴ്ചയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച രാത്രിയും വരെയും മഴ തന്നെയായിരുന്നു. രാത്രിയും മഴ പെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും വേഗം വീട്ടിൽ പോകണമെന്നാണ് ഉണ്ടായിരുന്നത് വിചാരം. കാരണം ഒരു കൂട്ടർക്ക് പെരുങ്ങോട്ടുകര പോകണം, ഒരു കൂട്ടർക്ക് തൃശ്ശൂർക്ക് പോകണം, ഞങ്ങൾക്ക് പിന്നെ വീട്ടിലേക്ക് വരണം. അപ്പോൾ എല്ലാവരും ധൃതിയിൽ തന്നെയായിരുന്നു. പിന്നെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാരണം എല്ലാവരും അവിടെ ഉമ്മർത്ത് തന്നെ എല്ലാവരും വട്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ കൂട്ടത്തിൽ ഞാനില്ല, പിന്നെ എൻ്റെ 2 മേമ്മമാരില്ല, 2 അമ്മായിമാരില്ല, എൻ്റെ നാത്തൂനില്ല കേട്ടോ. ഞങ്ങളൊക്കെ അടുക്കളയിലായിരുന്നു. 4 മണിക്ക് ശേഷമാണ് ചിക്കനും മീനൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും 7 മണിയാകുമ്പോഴേക്കും പോകണമെന്ന് പറഞ്ഞ കാരണം 7 മണിയാകുമ്പോഴേക്കും വീട് വയ്ക്കണം. അത് കാരണം എല്ലാവരും പിന്നെ ഞങ്ങളൊക്കെ അടുക്കളയിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ എൻ്റെ മാമൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഷിജു എന്നാണ് പേര്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അവരൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അടുക്കളയിൽ തന്നെ. ഇത് അരുണാണ് വീഡിയോ ഒക്കെ പിടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ച് തന്നത്. ആ മഞ്ഞ ടീഷർട്ട് ഇട്ട കുട്ടി ക്ഷേത്രയും, പിന്നെ പോണിറ്റയിൽ കിട്ടിയ കുട്ടി വേദയാണ് കേട്ടോ, കുറച്ച് വലിയ കുട്ടി. ഈ കൂട്ടത്തിൽ ഇപ്പം മാമന്മാരാരുമില്ല കേട്ടോ. 3 മാമന്മാരെ മക്കളും, പിന്നെ അവരുടെ മരുമക്കളും, പിന്നെ അവരുടെ പെൺകുട്ടികളും ഒക്കെയാണുള്ളൂ. പിന്നെ എൻ്റെ ഒരു മോളും, ആ യൂണിഫോം ഇട്ടതാണ് എൻ്റെ മോള്. പിന്നെ എൻ്റെ ആങ്ങളയുടെ 2 മക്കളും, മേമയുടെ മോളും മോൻ്റെ കുട്ടിയാണ് ഇപ്പോൾ ഇതിൽ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല കേട്ടോ. ഇതെൻ്റെ മാമൻ്റെ മോൻ അരുൺ. അവൻ്റെ വീട് തലശ്ശേരിയാണ് കേട്ടോ. അവനാണ് എനിക്ക് അവിടെ നിന്ന് നിന്നൊക്കെ ആയിട്ട് ഓരോ വീഡിയോ പിടിച്ച് തന്നിരുന്നത്. ഞാൻ സത്യത്തിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. അപ്പോൾ അവനാണ് ചേച്ചിക്ക് എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നൊക്കെ എടുത്തിട്ട് വന്നിരുന്നത്. ആ കുട്ടി ദക്ഷയാണ് കേട്ടോ. മഴയത്ത് കളിച്ചിരുന്നത് തൃശ്ശൂരത്തെ മാമൻ്റെ മോൻ്റെ കുട്ടിയാണ്. തലശ്ശേരിയിൽ നിന്ന് പിന്നെ മാമനും അമ്മായും വന്നിട്ടില്ല. മാമന് വയ്യാതിരിക്കുന്ന കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റാത്ത കാരണം വന്നിട്ടില്ല കേട്ടോ. അടുക്കളയിൽ പിന്നെ മീന് ചിക്കനൊക്കെ കൊണ്ടുവന്നു. വേഗം മീൻ കഴുകലും പരിപാടി നോക്കാൻ പോവാണ്. ഒരു കൂട്ടർ ചിക്കൻ കഴുകുന്നുണ്ട്, ഒരു കൂട്ടർ മീൻ കഴുകുന്നുണ്ട്. ഒരാൾ ഇതെൻ്റെ മേമയാണ് ഇഞ്ചി തൊലി കളയണത്. അപ്പോൾ എല്ലാവരും തകൃതിയായ പണിയിലാണ് കേട്ടോ. മേമ ഇഞ്ചി തൊലി കളയാനൊന്നും വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അരുണിനെ ചീത്ത പറയുന്നത്. ഇത് അരുൺ ഇഞ്ചി ചതയ്ക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ റംബൂട്ടാൻ മുറിച്ചപ്പോൾ അവൻ്റെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൈ കൊടുന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ മീൻ കഴുകി, പിന്നെ ചിക്കൻ കഴുകിയത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മീൻ കറി വെക്കുന്നതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇപ്പോൾ തേങ്ങ ചേർക്കണ എൻ്റെ അമ്മായിയാണ് കേട്ടോ. ചോറ്, മീൻ കറി, ചിക്കൻ കറി എല്ലാം അടുപ്പത്ത് തന്നെയാട്ടോ വെച്ചേക്കണേ. ഇത് പിന്നെ എൻ്റെ മാമൻ്റെ മോളുടെ പേര് ശരണ്യ, മക്കളുടെ പേര് ലക്ഷ്മി, ആദിത്യ. മാമൻ്റെ ഈ വീട് വളരെ പഴക്കം ചെന്നതാണ്. ഈ വീട്ടിലാണ് ഞാൻ അധികം നിന്നിട്ടുള്ളത്. അടുക്കളയിൽ ഇപ്പോൾ ഉള്ളത് 2 മേമ്മമാരും പിന്നെ ഞാനും കേട്ടോ. പിന്നെ അമ്മായി ഇപ്പം അങ്ങോട്ട് കടന്നുപോയി. പിന്നെ പുറത്ത് ഉള്ളത് ഒരു മാമൻ്റെ മോനാണ്. അവൻ ഫോണിലെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാരി ഉടുത്തിരിക്കുന്നത് 2ാമത്തെ മേമയാണ്. ആ മേമേനെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോയമ്പത്തൂരാണ്. അവരെല്ലാവരും കോയമ്പത്തൂർ തന്നെയാണ്, സെറ്റിൽഡാണ്. എൻ്റെ മൂത്ത മോള് മിന്നു വന്നിട്ടില്ല കേട്ടോ. അവൾക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ചായക്കുള്ള മിക്സറും സാധനങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുക്കണേ. അവർക്ക് ഇരുന്നിരുന്ന് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അവർ മിക്സറൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. മിക്സർ കഴിക്കാതിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മോളുണ്ട്, പിന്നെ മാമൻ്റെ മോളുണ്ട്, ശരണ്യയുടെ 2 മക്കളുണ്ട്, പിന്നെ ഷിബുവിൻ്റെ മോളുണ്ട് ക്ഷേത്ര. പിന്നെ ഉമ്മർത്തിരിക്കുന്നത് എൻ്റെ അമ്മ, പിന്നെ മാമൻ, പിന്നെ മരിച്ച മാമൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അവിടെ കാണിച്ചെടുക്കുന്നത്. പിന്നെ മാമൻ്റെ മക്കളും, പിന്നെ മാമൻ്റെ മോളുടെ മോനും, എൻ്റെ ആങ്ങളയുടെ മക്കളും. പിന്നെ ഇത് നീല ചുരിദാറിട്ട് കോയമ്പത്തൂരത്തെ മേമയുടെ മോള്.
ഏറ്റവും ചെറിയ കുട്ടി മാമൻ്റെ മോൻ്റെ കുട്ടിയാണ്. തൃശ്ശൂർത്തെ മാമൻ്റെ 2 മരുമക്കൾ. പിന്നെ ആ കണ്ണട വെച്ച കുറച്ച് തടിച്ച കുട്ടി രജീഷ്, കോയമ്പത്തൂരത്തെ മേമയുടെ മോൻ്റെ കുട്ടി. മിക്സിയിൽ തേങ്ങ അടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. കുടുതയാണ് കേട്ടോ മീൻ കിട്ടിയത്. തേങ്ങാപ്പാലെടുത്താണ് വയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ വെച്ച് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സബോള പിന്നെ തക്കാളിയൊക്കെ ഞങ്ങൾ സ്റ്റൗവുമ്മ വേഗം വഴറ്റി. കാരണം ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചോറ് വെന്തതിന് ശേഷമാണ് ചിക്കൻ കറി അടുപ്പത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോഴേക്കും ഞങ്ങളിവിടെ സ്റ്റൗവുമ്മ സബോളയും തക്കാളിയൊക്കെ വഴറ്റി. അടുപ്പത്തായതുകൊണ്ട് തന്നെ വേഗം എല്ലാം ആയി കിട്ടിയിട്ടാണ്. പിന്നെ വീത് വെപ്പിന് ചിക്കൻ കറി, മീൻ കറി, പിന്നെ പത്തിരി, പപ്പടം, മീൻ വറുത്തത് ഇതൊക്കെ കൂടിയാണ് വീത് വെച്ചത്. വീത് വയ്ക്കണമൊന്നും വീഡിയോ ആരും എടുക്കാൻ മറന്നുപോയി. വീത് വെപ്പ് 7 മണിക്ക് തന്നെ നടത്തിയിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങിയിട്ടാണ്. ആദ്യം ശരണ്യ പോയി. പിന്നെ എല്ലാവരും ഓരോരുത്തരായി അവരവരുടെ വീട്ടിലേക്ക് പോയിട്ടാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.